വീണ്ടും പ്രണമിക്കുന്നു. ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇതാ ഈ ഒറ്റക്കുടകൾ നിങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് തിരുവമ്പാടിയും പാറമേക്കാവും. ഇതാ ഒറ്റ നിലയുള്ള കുടകൾ തന്നെ ആവർത്തിക്കപ്പെടുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഗജവീരന്മാർക്കു മീതെ ആൾക്കൂട്ടത്തെ ആവേശത്തിലാക്കിക്കൊണ്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വരേക്കുമോ നീളാൻ സാധ്യതയുണ്ടായിരുന്ന കുടമാറ്റം 15 മിനിറ്റിലേക്ക് ഈ വർഷം ഒതുങ്ങുന്നുവെങ്കിലും ആൾക്കൂട്ടത്തിൻ്റെ ആവേശം ഒട്ടും തന്നെ കുറയുന്നില്ല. തങ്ങളെ വിട്ടുപിരിഞ്ഞവരോടുള്ള ആദര സൂചകമായി ഇതാ ഞങ്ങൾ ഈ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ ഒറ്റ നിലയുള്ള കുടകളിൽ സംതൃപ്തരാണ് എന്ന് ഈ ആൾക്കൂട്ടം വിളിച്ചു പറയുന്നു ലോകത്തോട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും കുടമാറ്റം തെക്കേ ഗോപുര നടയിൽ കുടമാറ്റം കാണാൻ വേണ്ടി മാത്രം, തെക്കോട്ടിറക്കം കാണാൻ വേണ്ടി മാത്രം എത്തിച്ചേർന്ന 10,000കണക്കിന് പൂരപ്രേമികൾ അലയടിക്കുന്ന സാഗരമായി ഇതാ തൃശ്ശൂരിൻ്റെ തെക്കേ ഗോപുര നടയിൽ എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക്, എത്രയോ അവിസ്മരണീയമായ സന്ദർഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള തൃശ്ശിവപ്പേരൂരിൻ്റെ തെക്കേ ഗോപുര നടയിൽ ഇതാ അവിസ്മരണീയമായ ഒരു കുടമാറ്റം കൂടി, ഒരു തെക്കോട്ടിറക്കം കൂടി പെയ്തു തീരുകയാണ്. കണിമംഗലം ശാസ്താവിൻ്റെ പൂരത്തോടുകൂടി ആരംഭിച്ച കാരമുക്ക് ഭഗവതിയുടെ പൂരത്തോടുകൂടി പുറപ്പെട്ട പനമുക്കും പിള്ളിയുടെ പൂരം, ചെമ്പൂക്കാവ്, ചൂരക്കോട്ടുകാവ്, ലാലൂര്, അയ്യന്തോൾ, നെയ്തലക്കാവ് എന്നീ ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങളോടുകൂടി പുറപ്പെട്ട ഈ പൂരനാൾ, ഈ പൂരദിനത്തിൻ്റെ ആവേശം ഈ കുടമാറ്റത്തോടുകൂടി കെട്ടടങ്ങുന്നു എന്ന് പ്രിയപ്പെട്ട പൂരപ്രേമികളെ, പ്രേക്ഷകരെ നിങ്ങൾ കരുതരുത്. ഇതെല്ലാം ഈ പൂരച്ചടങ്ങുകൾ എല്ലാം ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ, മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, പാറമേക്കാവ് വിഭാഗത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ഇതെല്ലാം കുടമാറ്റം ഒഴികെയുള്ള ചടങ്ങുകൾ എല്ലാം തന്നെ രാത്രിയിലും ആവർത്തിക്കപ്പെടും എന്ന് ഈ പൂരനഗരം നാട്ടുകാരോട്, ലോകത്തോട് മുഴുവൻ പറയുകയാണ്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പാറമേക്കാവ് വിഭാഗത്തിൻ്റെ രാത്രി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. പാണികൊട്ടി ചെമ്പടമേളവുമായി 10 മണിക്ക് ശേഷമാകും പാറമേക്കാവ് ദേവി പുറത്തേക്ക് എഴുന്നള്ളുക. ആ കാഴ്ചകളിലേക്ക് ഉണരാൻ പോവുകയാണ് ഈ രാത്രി. തൃശ്ശൂർ നഗരത്തിന് ഇന്നുറക്കമില്ലാത്ത രാത്രിയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പകൽദിന കാഴ്ചകൾ ഇതാ തൽക്കാലം ഈ കുടമാറ്റത്തോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് എന്ന് അടക്കി പിടിച്ച വിതുമ്പലോടെ ഈ നഗരം നമ്മോട് പറയുന്നു. രാത്രിയായാലും ഈ നഗരത്തിനിരുട്ടു വീണാലും തിരിച്ചു പോകാൻ മടിക്കാത്ത ആൾക്കൂട്ടം, അലസരായി പിരിഞ്ഞു പോകുന്ന ഗജവീരന്മാർ, അന്നേരത്ത് മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച. ഒരുപക്ഷെ 7 മണിക്ക് ശേഷവും തുടരുമായിരുന്ന കുടമാറ്റം എല്ലാ വർഷങ്ങളിലും അതായിരുന്നു പതിവ്. അപ്പോഴാണ് LED-യാൽ തീർക്കപ്പെട്ട വർണ്ണക്കുടകളുടെ മായാപ്രപഞ്ചം തൃശ്ശൂരിൻ്റെ വാനത്തെ വർണ്ണാഭമാക്കാറുള്ളത്. പക്ഷേ ഈ വർഷം ഞങ്ങൾക്ക് ഇപ്പോൾ വാരി വിതറിയ അത്രയും മാത്രം വർണ്ണം മതി എന്നാണ് ഈ സാംസ്കാരിക തലസ്ഥാനം, ഈ പൂരനഗരം ലോകത്തോട് വിളിച്ചു പറയുന്നത്. കാരണം ഈ പൂരം കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി
കൂടുതൽ അവിസ്മരണീയമാക്കാൻ വേണ്ടി ഒരു വർഷം മുഴുവൻ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് പണിയെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, ആ കുടുംബത്തിൻ്റെ വേദന, അവരുടെ യാതനകൾ, അവരുടെ ഓർമ്മകൾ ഇതാ ഞങ്ങൾക്കൊപ്പമുണ്ട്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ പൂരം ഈ പകലിൽ ഇവിടെ പെയ്തിറങ്ങുന്നത് എന്നതിനാൽ ഞങ്ങൾക്ക് പല നിലകളിൽ തീർക്കപ്പെട്ട കുടകൾ വേണ്ട, ഞങ്ങൾക്ക് പല വർണ്ണങ്ങൾ വാരി വിതറുന്ന കുടകൾ വേണ്ട, ഞങ്ങൾക്ക് ഈ 15 മിനിറ്റിൽ ഇവിടെ ഉയർത്തപ്പെട്ട കുടകൾ മാത്രം മതി, അത് നൽകുന്ന ആനന്ദം മാത്രം മതി എന്ന് ഉള്ളിൽ അടക്കിപ്പിടിച്ച വിതുമ്പലോടെ വിങ്ങലോടെ ഈ നഗരം ലോകത്തോട് പറയുമ്പോൾ മനസ്സിൽ ആ നിറവ് സൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആ വിശുദ്ധിയും മഹിമയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ സ്ക്രീനിൽ കാണുന്നു ഈ ആൾക്കൂട്ടം തെക്കേ ഗോപുര നടയിൽ നിന്നും നാനാ വഴികളിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. 1.5 മണിക്കൂറെങ്കിലും നീണ്ടുപോകാറുള്ള ആ കുടമാറ്റത്തെ 15 മിനിറ്റിൽ ഒതുക്കിപ്പിടിച്ച ആ ആനന്ദം അവർ ഇതാ കൈകൾ ഉയർത്തി വീശി ഈ പൂരനഗരിയോട്, ഈ പകലിനോട് മാത്രം വിട പറയുകയാണ്. കാരണം കുടമാറ്റം ഒഴികെയുള്ള ചടങ്ങുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിലും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. കണിമംഗലം ശാസ്താവിൻ്റെ പൂരം വരും, കാരമുക്കിൻ്റെ പൂരം വരും, കാരോക്ക് ഭഗവതി എന്ന് നാട്ടുകാർ സ്നേഹത്തോടുകൂടി വിളിക്കുന്ന കാരമുക്ക് ഭഗവതിയുടെ പൂരം വരാനുണ്ട്, പനമുക്കും പിള്ളിയുടെ പൂരം വരാനുണ്ട്, ചെമ്പൂക്കാവ് ഭഗവതിയുടെയും ചൂരക്കോട്ടുകാവിൻ്റെയും പൂരം വരാനുണ്ട്, ലാലൂരിൻ്റെ പൂരം രാത്രി ഞങ്ങൾക്ക് കാണാനുണ്ട്, അയ്യന്തോളിൻ്റെയും നെയ്തലക്കാവ് ഭഗവതിയുടെയും പൂരം രാത്രി ഞങ്ങൾക്ക് കാണാനുണ്ട്. ഒപ്പം തീവെട്ടികളുടെ പ്രഭയിൽ പാറമേക്കാവിൽ അമ്മയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കണ്ടു തീർക്കേണ്ടതുണ്ട്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി പാറമേക്കാവിൻ്റെ രാത്രി എഴുന്നള്ളിപ്പ് പാണി കൊട്ടി ചെമ്പടമേളവുമായി 10 മണിക്ക് ശേഷം ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. തിമിലയിൽ വിരൽ വിന്യാസത്തിലൂടെ കാലമിട്ട് പഞ്ചവാദ്യത്തിന് തുടക്കം കുറിക്കും. പ്രൗഢി ചോരാതെ 17 വിധം തിമിലയും കൊമ്പും താളവും 9 മദ്ദളവും 4 ഇടയ്ക്കയുമായി പഞ്ചവാദ്യത്തിൻ്റെ പാറമേക്കാവിൻ്റെ പഞ്ചവാദ്യം അരങ്ങേറുന്നത് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. 2 ഭാഗം താളവട്ടം കൊട്ടി പതികാലം മുതൽ ഇടക്കാലം കലാശിക്കുന്നത് വരെ ഗരിമ ചോരാതെ പാറമേക്കാവ് ഭഗവതി ആ ക്ഷേത്ര നടയിൽ നിന്നും പ്രദക്ഷിണ വഴിയിലേക്ക് പ്രവേശിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. ഒപ്പം തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് 11:30 മഠത്തിൽ നിന്നും ആരംഭിക്കും. രാവിലെ കൊട്ടിത്തിമിർത്ത മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ തനിയാവർത്തനം ഞങ്ങൾക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടുതീരാതെ ഈ പൂരനഗരിയോട് ഞങ്ങൾ എങ്ങനെ വിട പറയും എന്നാണ് ഈ ആൾക്കൂട്ടം നമ്മോട് ചോദിക്കുന്നത്. ഓം നമഃശിവായ, ഉള്ളിൽ ശിവം 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 എന്ന മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഈ പൂരത്തെയും ഏറ്റുവാങ്ങുകയാണ്. എല്ലാത്തിനും സാക്ഷിയായി സാക്ഷാൽ പരമശിവൻ ശിവപ്പേരൂരിൻ്റെ മധ്യത്തിൽ, ഏത് നഗരത്തിൻ്റെ മധ്യത്തിൽ ഇതാ ഇങ്ങനെയൊരു മഹാക്ഷേത്രമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വിശാലമായ ഒരു ഭൂമികയിൽ ഏത് നഗരത്തിൻ്റെ മധ്യത്തിലാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം പോലെ ഇത്രയും വിശാലമായ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.